മിമിക്രിയിലൂടെ അദ്ദേഹം വളർന്ന സിനിമയിലേക്ക് പടർന്നു കയറുന്നു. സിനിമയിൽ ചെറിയ വേഷങ്ങൾ, പിന്നീട് ശ്രദ്ധിക്കപ്പെടുന്ന വേഷങ്ങൾ, അങ്ങനെ ഹാസ്യ റോളുകൾ കൈകാര്യം ചെയ്ത മലയാളികളുടെ മനസ്സിലേക്കാണ് സലീം കുമാർ യാത്ര ചെയ്തു കയറിയത്. അതിനുശേഷം അദ്ദേഹം സ്വഭാവ നടൻ എന്നുള്ള നിലയിലും ശ്രദ്ധേയമായ ഇപ്പോൾ സംവിധായകനും നടനുമായ നാദിർ ഷാ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ നാദിർ ഷാ, താങ്കൾക്കൊക്കെ താങ്ങാവുന്നതിലും അപ്പുറമുള്ള വിയോഗമാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. ഏറെ അടുപ്പമുള്ള ആളാണ്, സഹോദര തുല്യനാണ്, അദ്ദേഹം ഓർമ്മയാകും. ഞാൻ ഹോസ്പിറ്റലുണ്ട്, ഞാനുണ്ട്, ദിലീപ്, ഞങ്ങളൊക്കെ ഹോസ്പിറ്റലുണ്ട് ഇപ്പോൾ. ഹലോ, കേൾക്കാം. നാദിർ ഷാ, എപ്പോഴാണ് അന്ത്യം സംഭവിച്ചത്? 10:15 കൂടിയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ പറയുന്നത്. ഡോക്ടർ പറഞ്ഞതാ 10:45 പോയിന്ന് പറഞ്ഞു. ഈ മറ്റ് ക്രമീകരണങ്ങളൊക്കെ എങ്ങനെയാണ്, ഈ സംസ്കാരം പോലുള്ള കാര്യങ്ങളൊക്കെ? നാളെ രാവിലെ 9 മണിക്ക് പറവൂർ ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കും. ഉച്ചയ്ക്ക് ശേഷം വീട്ടിലാണ് അവന്റെ ചടങ്ങുകൾ. ഈ പൊതുദർശനമോ മറ്റു കാര്യങ്ങളൊക്കെ ഈ ഘട്ടത്തിൽ ആലോചിച്ചൊരു തീരുമാനത്തിലേക്ക് എത്തുന്നേ ഉള്ളൂ എന്ന് തോന്നുന്നു, അല്ലേ? അതെ, അതിപ്പോ പറവൂർ ടൗൺ ഹാളിലാണ്. അതിപ്പോ ഇവിടെ ഹൈബി എൻ്റെ അടുത്തുണ്ട്. ഹൈബി ആണ് അത് പറഞ്ഞ് സംസാരിച്ച്. താങ്കൾക്ക് എത്രത്തോളം ഈ ഘട്ടത്തിൽ സംസാരിക്കാൻ കഴിയും എന്നറിയില്ല. ഈ ഒപ്പമുള്ള മിമിക്രി ജീവിതവും സിനിമാ ജീവിതവും ഒരിക്കലും മറക്കാൻ കഴിയാത്ത ജീവിതത്തോട് ചേർത്ത് നിർത്തിയ സഹോദര തുല്യം. അതെ അതെ അതെ. നാളെ രാവിലെ 9 മണിക്ക് പറവൂർ ടൗൺ ഹാളിൽ, അത് കഴിഞ്ഞിട്ട് വീട്ടിൽ ഉച്ചയ്ക്ക് ശേഷം വീട്ടിലെ ചടങ്ങുകൾ. ശരി, വളരെ നന്ദി. ഈ ഘട്ടത്തിൽ പ്രതികരിച്ചിന്. അദ്ദേഹം ആശുപത്രിയിലാണ്. അദ്ദേഹം കൂടുതൽ പ്രതികരിക്കാൻ കഴിയുന്നൊരു മാനസികാവസ്ഥയിലല്ല എന്നാണ് മനസ്സിലാക്കുന്നത്.